നെക്സ്റ്റ് മൊഡ്യൂൾ 4 കോംപ്ലക്സ് നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഡിറ്റർമിനൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നോ റിയൽ സൊല്യൂഷൻ എന്നാണ് പറയാറ് അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് സൊല്യൂഷൻ ഇല്ല എന്നല്ല പറയണേ, നോ റിയൽ സൊല്യൂഷൻ എന്നാണ് പറയണേ. അവിടെയാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആവശ്യകത വരുന്നത്. നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ ഐ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഐ എന്ന് പറയുന്നത് √(-1) കേട്ടോ. അതെല്ലാവർക്കും അറിയാമല്ലോ. കോംപ്ലക്സ് നമ്പറിനെ ഐ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഡെഫിനിഷൻ നോക്കാം. എ കോംപ്ലക്സ് നമ്പർ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഓർഡേർഡ് പെയർ xy ഓഫ് റിയൽ നമ്പേഴ്സ് x ആൻഡ് y റിട്ടേൺ z ഈക്വൽ ടു xy. ഇവിടുത്തെ എക്സിന് നമ്മൾ റിയൽ പാർട്ടും വൈനെ ഇമാജിനറി പാർട്ട് ഓഫ് z എന്നാണ് നമ്മൾ പറയുക. റിയൽ പാർട്ട് ഓഫ് z, ഇമാജിനറി പാർട്ട് ഓഫ് z, എക്സും വൈയും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,-3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയർ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് 4ഉം ഇമാജിനറി പാർട്ട് -3 ആണ്. നമ്മളെപ്പോഴും ഒരു കോംപ്ലക്സ് നമ്പർ x,y എന്ന് പറഞ്ഞ റിയൽ നമ്പർ പോലെ മാത്രമല്ല x+iy എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലും നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഓൾജിബ്ര നോക്കാം. ഈക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എപ്പോഴൊക്കെയാണ് ഈക്വൽ ആണെന്ന് പറയുന്നത്? Z1 എന്ന് പറയുന്നത് x1 + iy1 ആയിട്ടും Z2 എന്ന് പറയുന്നത് x2 + iy2 ആയിട്ടും കൺസിഡർ ചെയ്യാം. Z1 Z2 ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കണം. അതായത് x1 = x2, y1 = y2. ഇനി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സം Z1 + Z2. അതായത് Z1 x1 + iy1 Z2 x2 + iy2 എന്ന് എഴുതി. ഇനി നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി ഇങ്ങനെ x1 + x2 + i × y1 + y2. അപ്പോൾ നമുക്ക് പുതിയൊരു കോംപ്ലക്സ് നമ്പർ കിട്ടി. ഒരു എക്സാമ്പിൾ നോക്കാം. 3,-2 + 4,3 എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് ആഡ് ചെയ്തപ്പോൾ 7ഉം ഇമാജിനറി പാർട്ട് ആഡ് ചെയ്തപ്പോൾ 1 ആണ് വന്നത്. അപ്പോൾ നമ്മളുടെ പുതിയ കോംപ്ലക്സ് നമ്പർ 7,1 വന്നു. ഇനി പ്രോഡക്റ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 × Z2, അതായത് x1 + iy1 × x2 + iy2. നമ്മൾ a + b × c + d പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. x1 x2 + i x1 y2 + i x2 y1 - y1 y2 എന്ന് വരും. ഇനി ഇതിന് റിയൽ പാർട്ട് സെപ്പറേറ്റ് ആക്കി ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് x1 x2 - y1 y2 + i × x1 y2 + x2 y1 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ Z1 × Z2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3,-2 × 4,3 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ x1 x2 - y1 y2 ആണ് റിയൽ പാർട്ട് വരുന്നല്ലോ. അപ്പോൾ നമുക്കിവിടെ 3 × 4 12 - y1 × y2 -2 × 3 എന്ന് പറയുമ്പോൾ -6 വരും. നെഗറ്റീവ് പോസിറ്റീവ് വന്നു. 12 + 6 മറ്റോടത്ത് 9 - 8 വരും. അപ്പോൾ നമുക്ക് 18 അതായത് 18x + iy. ആ വൈക്ക് 1 അല്ലേ, അപ്പോൾ i വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് Z1 - Z2. റിയൽ പാർട്ട് സബ്ട്രാക്ട് ചെയ്യുക, ഇമാജിനറി പാർട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് x1 - x2 + i × y1 - y2 നോക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3,-2 - 4,3 = നമുക്ക് -1, -5 എന്നാണ് കിട്ടുക. ഇനി നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കോഷ്യൻ്റ്. ഇവിടുത്തെ ഡിനോമിനേറ്റർ 0 ആവാനായിട്ട് പാടില്ല. Z1 / Z2 = Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം Z1 = Z2 × Z ആണല്ലോ. അതെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് എഴുതി നോക്കാം. Z1 എന്ന് പറയുന്നത് x1, y1, Z2 എന്ന് പറയുന്നത് x2, y2, Z എന്ന് പറയുന്നത് xy ആക്കി എടുക്കാം. x + iy എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അതായത് x2x + ix2y + ixy2 - yy2 = x1 + iy1 എന്നുള്ളത് കിട്ടും. ഇവിടെ
അത് കഴിഞ്ഞിട്ട് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 ഇക്വേഷൻസ് കിട്ടും. x1 ഈക്വൽ ടു x2x മൈനസ് y2, y1 ഈക്വൽ ടു x2y പ്ലസ് xy2. ഈ 2 ഇക്വേഷൻസ് എക്സിനും വൈക്കും നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ എന്താ ചെയ്യുക, ലാസ്റ്റ് നമുക്ക് y ഈക്വൽ ടു x2y1 മൈനസ് x1y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഈ y ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ x1 x2 പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ പഠിക്കും. ആ പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും എളുപ്പമായിട്ട് ആ മെത്തേഡിൽ നമുക്ക് കോൺജുഗേറ്റ് എടുത്ത് യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ z1 ബൈ z2 എന്ന് പറയുന്നത് x1 x2 പ്ലസ് y1 y2 ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് i ഇൻറ്റു x2 y1 മൈനസ് x1 y2 ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പറിനെ x, y എന്ന് മാത്രമല്ല x പ്ലസ് i y എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഇനി ഒരു കോംപ്ലക്സ് നമ്പറിന് റിയൽ പാർട്ട് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് i y എന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് പ്യുവർ ഇമാജിനറി നമ്പർ എന്ന് പറയാം. ഇനി ആ ഇമാജിനറി നമ്പർ 1 ആണെങ്കിൽ നമുക്കതിന് ഇമാജിനറി യൂണിറ്റ് എന്ന് പറയാം. i എന്ന് പറയുന്നത് ഓൾറെഡി റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ i സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, -1 ആണ്. i റേസ് ടു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, i റേസ് ടു 8 നമുക്ക് i സ്ക്വയർ റേസ് ടു 4 എന്ന് എഴുതാം. i സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1 റേസ് ടു 4 എന്ന് പറയുന്നത് എന്ത് വരും, 1 വരും. ഇനി i റേസ് ടു 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i റേസ് ടു 10 പ്ലസ് 1 എന്ന് എഴുതാം. അതായത് i റേസ് ടു 10 ഇൻറ്റു i റേസ് ടു 10നെ i സ്ക്വയർ ഹോൾ റേസ് ടു 5 എന്ന് എഴുതാം ഇൻറ്റു i സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1 റേസ് ടു 5 ഇൻറ്റു i അല്ലേ. അപ്പോൾ -1 റേസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് -1 ആണ്. -1 ഇൻറ്റു i എന്ന് പറയുന്നത് -i വരും. അപ്പോൾ ഇതുപോലെ തന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യുക ഇതുപോലെ. ഇനി നെക്സ്റ്റ് ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ്. കമ്മ്യൂട്ടേറ്റീവ് ലോ, 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാലും സെയിം തന്നെയാണ് കിട്ടുക. അതായത് z1 പ്ലസ് z2 ഈക്വൽ ടു z2 പ്ലസ് z1 ആയിരിക്കും. അതുപോലെ z1 z2 എന്ന് പറഞ്ഞാലും z2 z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. z1 പ്ലസ് z2നെ നമ്മൾ x1 പ്ലസ് iy1 പ്ലസ് x2 പ്ലസ് iy2 എന്ന് എഴുതി. ഇനി റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് മാറ്റി എഴുതുമ്പോൾ നമുക്ക് x2 പ്ലസ് x1 പ്ലസ് i ഇൻറ്റു y2 പ്ലസ് y1 എന്ന് വരും. ഇനി വീണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ x2 പ്ലസ് iy2 പ്ലസ് x1 പ്ലസ് iy1 എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ കിട്ടും. അപ്പോൾ അതെന്ന് പറയുന്നത് z2 പ്ലസ് z1 ആണ്. സിമിലർലി നമുക്ക് z1 ഇൻറ്റു z2ഉം പ്രൂവ് ചെയ്യാം. ജസ്റ്റ് z1 ഇൻറ്റു z2 ചെയ്യുക, റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് z2 ഇൻറ്റു z1 ആണെന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ അസോസിയേറ്റീവ് ലോ, z1 പ്ലസ് z2 പ്ലസ് z3 എന്ന് പറയുന്നതും z1 പ്ലസ് z2 പ്ലസ് z3 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുപോലെ തന്നെ z1 z2 ഇൻറ്റു z3 എന്ന് പറയുന്നതും z1 ഇൻറ്റു z2 z3 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, z1 ഇൻറ്റു z2 പ്ലസ് z3 എന്ന് പറയുന്നത് z1 z2 പ്ലസ് z1 z3 ആണ്. അതുപോലെ തന്നെ z1 പ്ലസ് z2 ഇൻറ്റു z3 എന്ന് പറയുന്നത് z1 z3 പ്ലസ് z2 z3 ആണ്. ഇനി നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. കോംപ്ലക്സ് നമ്പറിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0 തന്നെയാണ്. 0 എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതുമ്പോൾ 0 പ്ലസ് i0 എന്ന് വരും. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതുമ്പോൾ 1 പ്ലസ് i0 എന്ന് വരും. ഇനി നെക്സ്റ്റ് അഡിറ്റീവ് ഇൻവേഴ്സ്. z എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ് നമ്പറിന് ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് സച്ച് ദാറ്റ് ആ അഡിറ്റീവ് ഇൻവേഴ്സിൽ നമ്മൾ -z എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ z പ്ലസ് -z ചെയ്താൽ നമുക്ക് 0 കിട്ടും. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ -z ആണ് z-ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, z-ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് z ഇൻവേഴ്സ് സച്ച് ദാറ്റ് z ഇൻറ്റു z ഇൻവേഴ്സ് ഈക്വൽ ടു 1 കിട്ടണം. എന്നാലാണ് നമുക്ക് z ഇൻവേഴ്സിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അത് 1/z എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഇവിടെ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംപ്ലക്സ് കോൺജുഗേറ്റ് അല്ലേ. ജസ്റ്റ് ഒന്നുമില്ല, എളുപ്പമാണ്. z ഈക്വൽ ടു x പ്ലസ് iy എന്നാണല്ലോ ഡിനോട്ട് ചെയ്യുക. കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ
എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുമ്പോൾ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് കാണാം അല്ലേ. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് മിറർ ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് ആ പോയിന്റ് എന്താ പറയുക, എക്സ് കോമ മൈനസ് വൈ. അപ്പോൾ അത് കോംപ്ലക്സ് നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് മൈനസ് ഐ വൈ. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈയുടെ കോൺജുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ. ഇനി കോംപ്ലക്സ് കോൺജുഗേറ്റ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. Z1 പ്ലസ് Z1 ബാർ ബൈ 2 എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് Z1 ആണ്. Z1 കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് Z1 ആണ്. Z1 മൈനസ് Z2 ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു Z1 കോൺജുഗേറ്റ് മൈനസ് Z2 കോൺജുഗേറ്റ് ആണ്. Z1 ബൈ Z2 ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു Z1 കോൺജുഗേറ്റ് ബൈ Z2 കോൺജുഗേറ്റ് ആണ്. ഇനി ഇവിടെ Z1 മൈനസ് Z1 കോൺജുഗേറ്റ് ബൈ 2y ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് Z1 ആണ്. Z1 പ്ലസ് Z2 ഹോൾ കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റ് ആണ്. ഇനി Z1 Z2 ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 കോൺജുഗേറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത്. ഇനി നമുക്ക് അതിൻ്റെ പ്രൂഫുകൾ ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യാനായിട്ട് അതിന് Z1 എന്താണ്, Z2 എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് വെറുതെ എഴുതി വയ്ക്കാം. Z1 എന്ന് പറയുന്നത് x1 പ്ലസ് ഐ ബൈ 1, Z2 എന്ന് പറയുന്നത് x2 പ്ലസ് ഐ ബൈ 2. Z1 ബാർ ഈക്വൽ ടു x1 മൈനസ് ഐ ബൈ 1ഉം Z2 ബാർ എന്ന് പറയുന്നത് x2 മൈനസ് ഐ ബൈ 2 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് Z1 പ്ലസ് Z1 ബാർ ബൈ 2 എന്താണെന്നുള്ളതാണ്. അതായത് x1 പ്ലസ് ഐ ബൈ 1 പ്ലസ് x1 മൈനസ് ഐ ബൈ 1 ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് x1 എന്നുള്ളത് കിട്ടും. x1 എന്ന് പറയുന്നത് എന്താ, Z1ൻ്റെ റിയൽ പാർട്ടാണ്. അപ്പോൾ Z1 പ്ലസ് Z1 ബാർ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് Z1. സെയിം അതുപോലെ തന്നെ Z1 മൈനസ് Z1 ബാർ ബൈ 2y കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് x1 പ്ലസ് ഐ ബൈ 1 മൈനസ് x1 പ്ലസ് ഐ ബൈ 1 എന്നുള്ളത് വരും ബൈ 2y. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി നമുക്ക് I1 എന്നുള്ളത് y1 എന്നുള്ളത് കിട്ടും. y1 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് Z1 ആണ്. അതായത് Z1 മൈനസ് Z1 ബാർ ബൈ 2y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് Z1. നെക്സ്റ്റ് Z1 ബാർ ഹോൾ ബാർ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് ഐ വൈ 1 എന്നുള്ളത് തന്നെ കിട്ടും. ഇനി Z1 പ്ലസ് Z2 ഹോൾ ബാർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ Z1നും Z2നും എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇനി അതിൻ്റെ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്നിട്ട് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക, റിയൽ പാർട്ടും കോംപ്ലക്സ് പാർട്ടും ആയിട്ട്, ഇമാജിനറി പാർട്ടും ആയിട്ട്. അപ്പോൾ നമുക്ക് x1 പ്ലസ് x2 പ്ലസ് ഐ ഇൻറ്റു y1 പ്ലസ് y2 വരും. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ x1 പ്ലസ് x2 മൈനസ് ഐ ഇൻറ്റു y1 പ്ലസ് y2 എന്ന് വരും. ഇനി നമ്മൾ ബ്രാക്കറ്റ് മാറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് Z1 ബാർ പ്ലസ് Z2 ബാർ എന്നുള്ളത് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സും പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. Z1 എന്ന് പറയുന്നത് 2 പ്ലസ് 4i ആണ്. Z2 എന്ന് പറയുന്നത് നെഗറ്റീവ് 3 പ്ലസ് 8i ആണ്. Z1 പ്ലസ് Z2 എന്ന് പറയുമ്പോൾ എന്താ വരിക, 2 പ്ലസ് 4i പ്ലസ് നെഗറ്റീവ് 3 പ്ലസ് 8i. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 1 പ്ലസ് 12i വരും. നെക്സ്റ്റ് Z1 ഇൻറ്റു Z2 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 4i ഇൻറ്റു നെഗറ്റീവ് 3 പ്ലസ് 8i. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് 6 പ്ലസ് 16i മൈനസ് 12i പ്ലസ് നെഗറ്റീവ് 32 വരും. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് 38 പ്ലസ് 4i എന്ന് വരും. ഇനി നെക്സ്റ്റ് Z1 എന്ന് പറയുന്നത് 2 മൈനസ് 3i, Z2 എന്ന് പറയുന്നത് 4 പ്ലസ് 6i. നമുക്ക് Z1 ബൈ Z2 കാൽക്കുലേറ്റ് ചെയ്യണം. Z1 ബൈ Z2 എന്ന് പറയുമ്പോൾ 2 മൈനസ് 3i ബൈ 4 പ്ലസ് 6i. നമുക്കിതുപോലെ ഡിവിഷൻ വരുമ്പോൾ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിന് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4 പ്ലസ് 6i ആണ് ഡിനോമിനേറ്റർ, അതിൻ്റെ കോൺജുഗേറ്റ് 4 മൈനസ് 6i കൊണ്ട് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 8 മൈനസ് 12i മൈനസ് 12i പ്ലസ് നെഗറ്റീവ് 8 ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 16 പ്ലസ് 36 വരും. സോൾവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 10 മൈനസ് 24i ബൈ 52 വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും മാറ്റി എഴുതുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നെഗറ്റീവ് 5 ബൈ 26 മൈനസ് 6 ബൈ 13i എന്നുള്ളത് വരും. ഇനി നെക്സ്റ്റ് നമുക്ക് Z എന്ന് പറഞ്ഞിട്ടുള്ളത് 2 മൈനസ് 3i തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ Z-ൻ്റെ റെസിപ്രോക്കൽ എന്താണ്, 1/Z, അതായത് 2 മൈനസ് 3i. നമുക്കെപ്പോഴും ഇതിനെ റാഷണലൈസ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ 1/2 മൈനസ് 3i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലസ് 3i കൊണ്ട് കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ 2 പ്ലസ് 3i ബൈ 13 വരും. റിയൽ പാർട്ടും കോംപ്ലക്സ് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2/13 പ്ലസ് 3/13i എന്നുള്ളത് വരും.